ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. ഇപ്പം കുട്ടികൾക്ക് രാവിലെ ടിഫിനായിട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ആരെങ്കിലും വരുന്നതാണെങ്കിലും പെട്ടെന്ന് വന്നെങ്കിലും ഒരു ചായൻ്റെ ഒക്കെ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കോക്കനട്ട് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ കേക്ക് ആക്കുന്ന പോലെ തന്നെ ഇതും ചെയ്യേണ്ടത്. നമ്മൾ എടുക്കുന്ന പാത്രം കുറച്ച് വലുപ്പമായിരിക്കണം, കാരണം ഇത് കുറച്ച് ബാറ്റർ അധികം ഇല്ല ഒരു കേക്കാണ്. 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒരു കപ്പ് പഞ്ചസാര, ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ അത്ര വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലോണം ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുക. ഓവൻ സെറ്റാക്കി വെക്കുക. നിങ്ങൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓവൻ ആദ്യം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഒരു 150 ഡിഗ്രീസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ബാറ്റർ കുറച്ചൊന്ന് പൊങ്ങി വന്നാൽ നല്ല ഫ്ലഫി ആയി കഴിഞ്ഞാൽ കുറേശ്ശായിട്ട് ഞാൻ ഇവിടെ ബട്ടറാണ് ചേർക്കുന്നത്, ബട്ടർ ഉരുക്കിയത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും ഓയിലും മിക്സ് ആക്കിയിട്ടും ചേർക്കാം. പിന്നെ ബട്ടറാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നല്ലോണം കുറേശ്ശായിട്ട് ഞാൻ ഒഴിക്കുന്ന പോലെ ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബാറ്റർ കുറച്ച് നല്ലൊരു തിക്കായിട്ട് വരും. ഓയിൽ ഒരു നൂല് പരുവത്തിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് മെല്ലനെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയതെന്ന് പറയുന്നത് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം ഈ തേങ്ങ അടിയിലേക്ക് വീകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചില സമയം ഈ നട്ട്സും, ഞാനിവിടെ 1/2 കപ്പ് ആൽമണ്ട് ഫ്ലേക്സ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ അതെല്ലാം താഴെ വീണ് നിൽക്കും. അപ്പോൾ കുറച്ച് മൈദ ഇട്ടിട്ട് ചേർക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. പൊടിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അത്ര ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെല്ലെ കൈ കൊണ്ട് മെല്ലനെ വിസ്കാക്കി കൊടുക്കാം. വിസ്കല്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കേക്ക് ആക്കുന്ന അതേ മെത്തേഡ് തന്നെ. പിന്നെ നട്ട്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിങ്ങ ഇടുന്നില്ല, കിസ്മിസ് അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഇതിൽ ഞാനിപ്പോൾ ആൽമണ്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒരു നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങയും ആൽമണ്ടും കൂടിയിട്ടാകുമ്പോൾ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് യോജിക്കാം, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പൊടികളൊക്കെ കാണാത്ത രീതിയിൽ കൈ കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. എഗ് ബീറ്റർ കൊണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ബാറ്റർ ഒന്ന് കട്ടിയായി പോകും. അപ്പോൾ കൈ കൊണ്ട് മെല്ലനെ ഇത് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സ്റ്റോവ് ടോപ്പാണ് ചെയ്യുന്നത്, ഓവൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റോവ് ടോപ്പാണെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 7 ഇഞ്ചസിലെ പാത്രത്തിലേക്ക് ബേക്ക് ചെയ്തെടുക്കും. 35-40 മിനിറ്റോളം എടുക്കും. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും കൂടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. തണുപ്പിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് നാൾ നിൽക്കും, കാരണം തേങ്ങ എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്